മൂത്രശ്രയയിലുള്ള അണുബാധ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പല പ്രായത്തിലും പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. കുട്ടികളുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണഗതിക്ക് സ്ട്രക്ചറൽ ഡാമേജ് അല്ലെങ്കിൽ കൺജനിറ്റൽ ഡിഫക്ട്സ് കൊണ്ടാണ് കണ്ടുവരുന്നത്. സ്ത്രീകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ ഫെർട്ടൈൽ പീരിയഡ് എന്ന് വെച്ചാൽ ഈ മെൻസ്ട്രുവേഷൻ തുടങ്ങിയിട്ടും പിന്നെ മെനോപോസ് ഉണ്ടാകുന്ന വരെയുള്ള പീരീഡാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളിൽ. പിന്നെ ഉള്ളത് പുരുഷന്മാരിൽ നമ്മളൊരു 55 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നതുകൊണ്ട് നമ്മൾ മൂത്രം ഒഴിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോകാതെ മൂത്രസഞ്ചിയിൽ കുറച്ച് മൂത്രം എപ്പോഴും തങ്ങി നിൽക്കും. അപ്പോഴത്തേക്കാണ് ഈ പുരുഷന്മാരിൽ സാധാരണ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത്. കുട്ടികളിലുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ പ്രധാനമാണ്. കാരണം നമ്മളത് തക്കതായ ചികിത്സ നമ്മൾ നേരത്തെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ വളർന്ന വൃക്കയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ കുട്ടികൾ പ്രത്യേകിച്ച് 2 വയസ്സിൻ്റെ താഴെ വരുന്ന കുട്ടികൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ അത് ഭാവി കിഡ്നീനെ ബാധിച്ചേക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിൽ നമ്മൾ ചികിത്സിച്ചാലും ഭാവിയിൽ ആ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കിഡ്നീനെ ഡാമേജ് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിലും പ്രഷർ കൂടാം, മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടാം, കിഡ്നി ഡാമേജും വരാം. ഇപ്പോൾ പ്രഗ്നൻസി ടൈം ഗർഭിണി സമയത്തുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ പ്രധാനമാണ്. കാരണം ഈ സമയത്തുള്ള വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പെട്ടെന്ന് പൈലോനെഫ്രൈറ്റിസ് ആയിട്ട് വരാം. കാരണം ഗർഭപാത്രം ഈ മൂത്രസഞ്ചിനെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. പിന്നെ ആ മൂത്രം കംപ്ലീറ്റ് പോകാത്തതുകൊണ്ട് ആ ഇൻഫെക്ഷന് വൃക്കകളിനെ ബാധിച്ചെന്നും ഇരിക്കാം. അപ്പോൾ ഈ പ്രഗ്നൻസി വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ സാധാരണ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഈ പുരുഷന്മാരിലുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞാൽ മിക്കവാറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ്. അതിന് നമുക്ക് ചിലപ്പോൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് സൈസിനെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചേക്കും. പിന്നെ നമ്മൾ പ്രത്യേകം പറയണം, ഈ ഇടയ്ക്കിടയ്ക്ക് പോയി മൂത്രം ഒഴിക്കണം. ഈ മൂത്രം ആദ്യം മൂത്രസഞ്ചിക്കകത്ത് കെട്ടി നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ വരാനുള്ള സാധ്യതകൾ കൂടുതൽ. എന്നാലും ഇത് തടസ്സമുണ്ട്, പ്രത്യേകിച്ചും വൃക്ക തകരാർ വരെ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം കൂടുതൽ വരുന്ന പുരുഷന്മാരിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നമ്മൾ മാറ്റി കിട്ടുവാണെങ്കിൽ ഇതിൻ്റെമായ ഒരു പൂർണ്ണമായ ഒരു ചികിത്സ കിട്ടും. അപ്പോൾ മൂത്രശയയിലുള്ള അണുബാധ പല പ്രായത്തിൽ പല കാരണങ്ങളുണ്ട് വരാം. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെതായ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖം നമുക്ക് മാറ്റി കിട്ടാൻ സാധിച്ചേക്കും. നന്ദി, നമസ്കാരം.